മേഘ, കഴിഞ്ഞ 2 ദിവസമായി 2 പരാതികൾ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് അതിജീവിത പരാതി നൽകി. രണ്ടാമത് ഇന്നലെ ഇമെയിൽ വഴി KPCCക്ക് കൊടുത്തിട്ട് മുഖ്യ പരാതി പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ നോക്കൂ, ഇപ്പോൾ ഇതിനെപ്പറ്റി എല്ലാം സൈബർ മീഡിയയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ലഭിച്ച പരാതി, മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ അതിജീവിത വിവാഹിതയായിരുന്നു. അപ്പോൾ വിവാഹിതയായിരുന്ന പെൺകുട്ടിക്ക് ലഭിച്ചിരുന്ന പിന്തുണയും ആ കുട്ടിക്ക് ലഭിച്ചിരുന്ന സൈബർ ലിഞ്ചിങ്ങും വലുതായിരുന്നു. അതായത് പിന്തുണ കുറവായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സൈബർ ലിഞ്ചിങ് കൂടുതലായിരുന്നു. രണ്ടാമത് കിട്ടിയ ഇപ്പൊ 23 വയസ്സുള്ള കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഒരു പെൺകുട്ടിക്ക്, ആ പെൺകുട്ടിക്ക് അതിജീവിതയ്ക്ക് മറ്റൊരു തരത്തിലുള്ള പിന്തുണയാണ് ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർ അതിജീവിതമാരെ അല്ലെങ്കിൽ ഇരകളെ കാറ്റഗറൈസ് ചെയ്ത് ഇത്തരത്തിൽ പിന്തുണ നൽകുന്നത്? എന്ത് തന്നെ ആയാലും 2 അതിജീവിതമാർക്കും സപ്പോർട്ട് കിട്ടേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഈ രണ്ടാമത് പരാതി വന്നതിന് ശേഷമുള്ള ആൾക്കാരുടെ പ്രതികരണമായിരുന്നു ആദ്യവും ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നു വിവാഹിതയായ സ്ത്രീക്ക് മറ്റൊരു പുരുഷനുമായി ഉണ്ടാകുന്ന ബന്ധം എന്നുള്ള തലക്കെട്ടിലുള്ള സോഷ്യൽ ഒരു മോറൽ പോലീസിംഗ് ഇല്ലേ, അതിന്റെ ഭാഗമായിരുന്നു ഇതെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ 2 പെൺകുട്ടികളും ഒരുപോലെ വഞ്ചിക്കപ്പെട്ടവരാണ്, ഒരുപോലെ വേദനിക്കപ്പെട്ടവരാണ്, ചൂഷണം ചെയ്യപ്പെട്ടവരാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ രണ്ടാമത്തെ പെൺകുട്ടിയുടെ പരാതി വരുമ്പോൾ ചില മാധ്യമങ്ങളും ചില വ്യക്തികളും മെൻസ് അസോസിയേഷൻ വേണമെന്ന് പറഞ്ഞ പലരും ഇനി രാഹുലിനൊപ്പം ഇല്ല എന്നുള്ള നിലപാടെടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഇത് ശരിക്കും സമൂഹത്തിന്റെ പൊതുബോധമല്ലേ? അതെ, തീർച്ചയായിട്ടും. അല്ല, ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, അപ്പോൾ നേരത്തെ പറഞ്ഞു, നമ്മളുടെ ഈ വീഡിയോകളുടെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടായിരുന്നു. അതായത് ഇത്തരത്തിൽ വിവാഹം കഴിച്ചൊരു സ്ത്രീ എന്താണ് മറ്റൊരു പുരുഷനുമായി എക്സ്ട്രാ മാരിറ്റൽ അഫേഴ്സിന് പോയത്, അത് ഒരു കുലസ്ത്രീക്ക് ചേർന്നതാണോ, കുടുംബിനിക്ക് ചേർന്നതാണോ എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ അഴിച്ചു വിടുന്നുണ്ട്. ഇതൊരു മൊറാലിറ്റിയുടെ വിഷയമായിട്ടാണ് അവർ ഇപ്പോൾ കാണുന്നത്. അപ്പോ ആ വിശദാംശങ്ങളിലേക്ക് കടക്കാനൊന്നും തയ്യാറല്ല. പക്ഷെ അതിജീവിതയുടെ ഒരു പ്രിഫേസ് മൊത്തത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കാലമൊന്നും ആ ഭർത്താവിനൊപ്പം ജീവിച്ചിരുന്നതായിട്ട് ഉള്ള കാര്യങ്ങൾ ഒന്നും അവർ പ്രണയ വിവാഹമായിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ പ്രണയിച്ച് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോഴാണ് മറ്റുള്ള അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയുടെ അപാകതകൾ മനസ്സിലാക്കുന്നതൊക്കെ. എന്തുതന്നെയായാലും ആ കുട്ടിക്ക് ആ ജീവിതത്തിൽ തുടരാൻ താല്പര്യമില്ല. മേഘയുടെ ഒരു അഭിപ്രായത്തിൽ അത്തരത്തിൽ വിവാഹം കഴിച്ച് മാനസികമായി ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മെന്റലി സെപ്പറേറ്റഡ് ആവുകയാണ്. മെന്റലി സെപ്പറേറ്റഡ് ആയതിനു ശേഷം മറ്റൊരു, ഇപ്പൊ സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം തോന്നുന്നതിൽ തെറ്റുണ്ടോ? ഒരിക്കലുമില്ല. ഇപ്പൊ ഇതൊരു പുരുഷനാണ് ചെയ്തിരുന്നതെങ്കിൽ ആ പെൺകുട്ടി സ്നേഹം കൊടുക്കാത്തതുകൊണ്ടല്ലേ ഈ സമൂഹം തന്നെ പറഞ്ഞത്. അതൊരു പെൺകുട്ടി ആയതുകൊണ്ടാണ് ആ ബന്ധത്തിൽ നിന്ന് വിട്ട് ഉടനെ അടുത്ത ബന്ധം പിടിച്ചല്ലേ എന്ന് ചോദിക്കുന്നത്. അതില് മോറലായിട്ടും ലീഗലായിട്ടും ഒരു തെറ്റില്ല. കാരണം ആ കുട്ടി ലീഗലി ഡിവോഴ്സ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അഡൾട്ടറി ഇന്ത്യയിൽ ക്രൈം അല്ല. മറ്റൊരു പുരുഷനുമായിട്ടുണ്ടാകുന്ന ബന്ധം നിയമപരമായി തെറ്റല്ല. മോറലി അത് മനുഷ്യരുടെ ഓരോ പെർസ്പെക്റ്റീവാണ്. എന്റെ പെർസ്പെക്റ്റീവിൽ ആ കുട്ടി ആ ബന്ധത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആ ബന്ധത്തിൽ നിന്ന് മാനസികമായി വിട്ടുനിന്നതിന് ശേഷം മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നതിൽ ഒരു തെറ്റില്ല. അത് വിവാഹിതയായാലും ഒരു കുഞ്ഞിന്റെ അമ്മയായാലും അത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഞാനും കെവിനും അടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തന്നെയാണ് നിലപാടെടുത്തിട്ടുള്ളത്. എപ്പോഴും ഇരയ്ക്കൊപ്പം എന്നുള്ള നിലപാട് തന്നെയാണ് എടുത്തത്. അത് നമ്മുടെ കമന്റ് ബോക്സുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ എത്രത്തോളം ആൾക്കാർ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ടെന്നും തെറിവിളിയുടെ അഭിഷേകം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നിലപാട് ഇത് തന്നെയാണ് എല്ലാ കാലത്തും. അത് പെൺകുട്ടി അവിവാഹിതയായാലും 23 വയസ്സുകാരിയായാലും 22 വയസ്സുകാരിയായാലും. അതിലേക്കാണ് വരുന്നത്. 23 വയസ്സുകാരി വിവാഹിത അല്ലാത്തത് കൊണ്ടാണോ ഇത്തരത്തിലൊരു പിന്തുണ ലഭിക്കുന്നത്? വിവാഹിതയല്ലാത്തൊരു സ്ത്രീയെ ഒരാൾ ചൂഷണം ചെയ്തു. അത് പാവമല്ലേ ആ കുട്ടി എന്നുള്ളൊരിത്. മറ്റേത് എമ്പത്തറ്റിക് ആയിപ്പോയി. അതും എനിക്ക് ഏറെക്കുറെ മനസ്സിലായ ഒരു കാര്യമുണ്ട്. ആദ്യത്തെ പരാതി പുറത്തു വന്നപ്പോൾ തന്നെ ഇതിന്റെ കൂടെയുള്ള ഇക്കിളി കഥകളെല്ലാം എല്ലാവരും പറഞ്ഞു. ഏകദേശം ഒരു ധാരണ എല്ലാ മനുഷ്യർക്കും ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തൊക്കെയോ തെറ്റുണ്ട് എന്നുള്ളത്. അതിന്റെ ഒപ്പം തന്നെ ഇതിന് സാധുത കൊടുക്കുന്ന മറ്റൊരു പരാതി കൂടെ വരുമ്പോൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ബോധ്യം പലർക്കും ഉണ്ടാകുന്നു. നൽകിയിരുന്ന എല്ലാവരും നിരുപാധികം അത് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി. നമ്മളോട് തന്നെ പേഴ്സണലി ന്യായീകരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇനി ആ മോനെ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് കൈവിട്ടു പോയി, ഇനി അദ്ദേഹം നിയമസഭ കാണില്ല, രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അറിയില്ല, അദ്ദേഹം അഗ്നിശുദ്ധി നടത്തി മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന വിഷയങ്ങളൊന്നും തന്നെ അല്ല അദ്ദേഹം. ഇതുവരെയുള്ള ചെയ്തികൾ വെച്ച് നോക്കുമ്പോൾ ഒരു കൃത്യമായ ഒരു വെൽ പ്ലേഡ് മാനിപ്പുലേറ്റർ ആയിട്ടാണ് പുള്ളിയെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി കേരളത്തെ ഒന്നാകെ മാനിപ്പുലേറ്റ് ചെയ്തേക്ക് തിരികെ രാഷ്ട്രീയത്തിലേക്ക് വരാൻ സാധിക്കുമെങ്കിൽ
ഹി ഡിസേർവ്സ് എൻ ഓസ്കാർ എന്ന് പറയാമല്ലേ. നല്ല നടനാണ്. അതെ, നല്ല നടനാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ പെൺകുട്ടിയുടെ ആർജവമാണ്. ആ പെൺകുട്ടി എനിക്ക് തോന്നുന്നു ഒരിക്കലും ചിന്തിക്കാതെ എടുത്തു ചാടി എടുത്തൊരു തീരുമാനമായിരിക്കില്ല പരാതി കൊടുക്കുക എന്നുള്ളത്. താൻ വിവാഹിതയാണെന്നുള്ള ബോധ്യമുണ്ട്, ഈ സൈബർ ലിഞ്ചിങ്ങിന് സാധ്യതയുണ്ടെന്ന് ആ കുട്ടി അറിയാമായിരിക്കും, ആ കുട്ടിക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നിരിക്കും. ഇത്രയും ചിന്തിച്ചിട്ടും ഇനി ഒരു പെൺകുട്ടി ഈ ചതിക്കുഴിയിൽ വീഴരുത്, നിയമത്തിന്റെ വഴിക്ക് പോകണമെന്ന് ചിന്തിച്ച ആ കുട്ടി അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഉറപ്പായിട്ടും. അതിനുശേഷവും ഫോട്ടോകൾ സഹിതം ആ കുട്ടിയെ വളരെ വ്യക്തിയധിക്ഷേപം നടത്തുന്ന തരത്തിലേക്ക് സമൂഹം പോയപ്പോഴും ആ കുട്ടി പരാതിയിൽ ഉറച്ചു നിന്നു. ഞാൻ ഒരു ഘട്ടത്തിൽ ഭയന്നിരുന്നു, അടുത്ത ദിവസം കുട്ടി പരാതി പിൻവലിക്കുമോ, കുട്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഒരു ഭയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടി അത് ചെയ്തിട്ടില്ല. പെൺകുട്ടി ജീവഹത്യ ചെയ്യുമോ എന്നുള്ള പേടി നമ്മളത് പേഴ്സണലി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള സൈബർ ലിഞ്ചിങ് അവരുടെ നേരെ ഇത്തരത്തിൽ അയച്ചുവിടുകയും വീട്ടിൽ നിന്ന് പ്രഷർ കൂടുകയും വീട്ടുകാർ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത് ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. മറ്റൊരു കാര്യം നോക്കി, രണ്ടാമത്തെ പെൺകുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ പെൺകുട്ടി 2 വർഷം മുമ്പാണ് ഇത്തരത്തിലുള്ളൊരു നരക അനുഭവം നേരിട്ടത് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അവർക്ക് ഇപ്പൊ ചെറിയ പെൺകുട്ടി ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ പ്രായത്തിൽ കുറവായതുകൊണ്ടാണോ അത്തരത്തിലുള്ള എമ്പതറ്റിക് സമൂഹം നൽകുന്നതും? അവിവാഹിത എന്നതിനപ്പുറം ഇത് പ്രായത്തിൽ കുറവായ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചിട്ടില്ല, അവർക്ക് ഇത്തരത്തിലുള്ളൊരു ക്രൂരാനുഭവം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും അനുഭവപ്പെട്ടു. ഇദ്ദേഹം ഒരു എന്താണ് പേര് വീണ്ടും വീണ്ടും പറഞ്ഞ് ചർച്ചയ്ക്കെടുക്കുകയല്ല, പക്ഷെ സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ. നോക്കൂ, എവിടെ തുറക്കാൻ കഴിയും? എനിക്ക് എൻ്റെ സോഷ്യൽ മീഡിയ തുറക്കാൻ കഴിയുന്നില്ല, ഫേസ്ബുക്ക് തുറക്കാൻ കഴിയുന്നില്ല, ഇൻസ്റ്റാഗ്രാം തുറക്കാൻ കഴിയുന്നില്ല. എക്സിലാണെങ്കിൽ നാഷണൽ ന്യൂസിനോടൊപ്പം 23 year old girl filed a case against MLA in കേരള രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഫീഡുകൾ വന്ന് മറിയുകയാണ്. പിന്നെ അതേപോലെ യൂട്യൂബ് എടുത്താലും ഇത് തന്നെയാണ്. ആകെ ആശ്വാസം കിട്ടുന്ന വാർത്ത ഇതിന്റെ ഇടയ്ക്ക് പുട്ടിന് പീര പോലെ കോൺഗ്രസിന്റെ മറ്റേ ശബരിമല വിഷയം എവിടെയൊക്കെയോ ഇങ്ങനെ വന്നു പോകുന്നു എന്നല്ലാതെ ഫുൾ 2 ദിവസമായി രാഹുൽ മാങ്കൂട്ടം അല്ലാതെ മറ്റൊരു വാർത്തകളും നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ വിവിധ ആംഗിളുകളെ പറ്റി നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നത്. അതെ, എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടിയുടെ പരാതി എന്ന് പറയുന്നത് പുറത്തു വരുന്നത് ആ സ്ക്രീൻഷോട്ടോട് കൂടിയാണ്. ഈ പറയുന്ന സമൂഹം, വ്യക്തികൾ, നമ്മളടങ്ങുന്ന മാധ്യമ പ്രവർത്തകർ ഈ സ്ക്രീൻഷോട്ടോടുകൂടി ഈ സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ചുകൂടി ആധികാരികത വന്നു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ആദ്യത്തെ പെൺകുട്ടിയുടെ പരാതി പുറത്തു വരുന്നതിന് മുൻപും ഈ കഥകൾ പലരും കേട്ടിരുന്നു. നമ്മൾ ആദ്യം വിചാരിച്ചിരുന്ന നമ്മൾ മാധ്യമ പ്രവർത്തകർക്ക് മാത്രമാണ് ഇത് അറിയാവുന്നതെന്നാണ്. പക്ഷെ ആ ഫോട്ടോകൾ പ്രചരിച്ചു തുടങ്ങിയപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം ഒരു സിനിമാ നടനായിരുന്നെങ്കിൽ അദ്ദേഹം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടാൻ പറ്റിയ ഒരു സ്റ്റഫായിരുന്നു. പക്ഷേ പിന്നീട് സർക്കാർ തന്നെ അത് പിൻവലിച്ച് മുക്കിക്കളയാനുള്ള സാഹചര്യവും വരാനുള്ള സാധ്യത. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടം ആലോചിച്ച് നോക്കൂ, ഒരു സിനിമാ നടനായിരുന്നെങ്കിൽ ഇപ്പോൾ പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായി അദ്ദേഹം ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഓസ്കാർ കൊടുക്കേണ്ടി വരും, നല്ലൊരു അഭിനേതാവാണെന്നല്ല, ഇത് അവന്റെ അഭിനയമാണെങ്കിലുണ്ടല്ലോ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നത് പോലെ തന്നെ അദ്ദേഹം ഒരു സിനിമാ നടനായിരുന്നെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഇത്തരത്തിലൊരു റിപ്പോർട്ട് രാഷ്ട്രീയ മേഖലയിൽ വന്നാൽ പലരും കുടുങ്ങും, എല്ലാ പാർട്ടികളിൽ നിന്നും കുടുങ്ങും. അതേപോലെ തന്നെയാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം ഒരു സിനിമാ പ്രവർത്തകനായിരുന്നെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടാവുകയും ചെയ്തതിനെ. പക്ഷേ നമ്മൾ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ സെലക്റ്റീവായിട്ട് അതിജീവിതർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന രീതി സോഷ്യൽ മീഡിയ ആയാലും സമൂഹമായാലും അവസാനിപ്പിക്കണം. അതാണ് എല്ലാവരും അനുഭവിച്ചത് ഒരു വേദന തന്നെയാണ്. ക്രൂരമായി മർദ്ദിച്ചു, അതിനുശേഷം വിവാഹ വാഗ്ദാനം പിൻവലിച്ചു എന്നാണ് പറയുന്നത്. കേരളത്തിലെ ജനാധിപത്യ, അതായത് ഇന്ത്യൻ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ജനപ്രതിനിധി ആയിരിക്കുന്ന ഇത്രയും ക്രൗഡ് പുള്ളർ ആയിരുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുക എന്ന് പറയുക, അത് മുറിവേൽപ്പിച്ചു എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. അത് മറ്റേ സുഹൃത്ത് കൂടെ ഉണ്ടായിരുന്നു, അതിനുശേഷം വിവാഹ വാഗ്ദാനം എല്ലാവരെ കാണുമ്പോൾ ഇദ്ദേഹം പറയുന്നത് 1 മാസത്തിനുള്ളിൽ കുട്ടി വേണമെന്നാണ്. ഇദ്ദേഹത്തിന് മാനസിക പ്രശ്നമുണ്ടോ എന്ന് കൃത്യമായി ഇയാൾക്ക് മാനസിക പ്രശ്നമുണ്ട് തീർച്ചയാണ്. അത് നമുക്ക് പ്രത്യേക ചർച്ച എടുക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലൊരു കാര്യം മാനസിക പ്രശ്നമുണ്ടോ എന്നുള്ളത് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യേണ്ടതുണ്ട്.